السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയേക്കുന്ന അനുഗ്രഹങ്ങൾ, നിഅമത്ത്, അത് നിലനിന്ന് കിട്ടുക എന്നതും വർദ്ധിപ്പിച്ചു കിട്ടുക എന്നതും നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിനുള്ള മാർഗം എന്താണ്? അല്ലാഹു തആല നമുക്ക് നൽകിയേക്കുന്ന നിഅമത്ത് നിലനിന്ന് കിട്ടുക എന്നതിനും അതുപോലെ തന്നെ ആ നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു കിട്ടുന്നതിനുള്ള മാർഗം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഷരീഫിലെ സൂറത്ത് ഇബ്രാഹിമിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇൻ ശക്കർതും ലഅസീദന്നകും, ഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നാം നന്ദി ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല നിഅമത്ത് നിലനിർത്തി തരികയും അത് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്നാൽ അല്ലാഹു തആലയോടുള്ള അനുഗ്രഹങ്ങൾ, അല്ലാഹു തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്? പലപ്പോഴും ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് നാം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും നല്ലൊരു ഭക്ഷണം നമുക്ക് കിട്ടിയാൽ ഭക്ഷണം നാം കഴിച്ചതിന് ശേഷം ആ ഭക്ഷണം തന്ന ആളോട് നാം നന്ദി പറയും. ഇതുപോലെ ഏതൊരു അനുഗ്രഹവും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ദുനിയാവിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് ആരാണോ നമുക്ക് നൽകിയേക്കുന്നത് ആ ആളോട് നമുക്ക് വലിയ സ്നേഹവും പ്രതിബദ്ധതയുമായിരിക്കും, അല്ലെ? സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ടായി, പെട്ടെന്ന് തന്നെ ഒരാൾ വന്ന് നമ്മളെ സഹായിച്ചു. അപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമോ? പലപ്പോഴും ഓർക്കാറില്ല. ആ സഹായിച്ച ആളെ നാം ഓർക്കും. അയാളോട് നാം നന്ദി പ്രകടനവും അതുപോലെ തന്നെ സന്തോഷ പ്രകടനമൊക്കെ നമ്മൾ നടത്തും. അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം യഥാർത്ഥത്തിൽ നമ്മെ സഹായിച്ചത് ആരാണ് എന്ന് നാം മനസ്സിലാക്കുകയും ആ അള്ളാഹുവിന് വേണ്ടി ഒരു ഹംദ് പറയാനും നാം തയ്യാറാകണമെന്നുള്ളതാണ്. എല്ലാ വിഷയത്തിലും, ഒട്ടുമിക്ക വിഷയത്തിലും നമുക്ക് അനുഗ്രഹം നൽകിയേക്കുന്ന സൃഷ്ടികളെ നമ്മൾ ഓർക്കുകയും സ്രഷ്ടാവിനെ നമ്മൾ മറക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജിന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ മൂന്നാമത്തെ പരാതിയും ഇത് തന്നെയാണ്. എന്താണെന്നറിയോ? ഇന്നഹും യഅ്കുലൂന റിസ്ഖി, അവർ സൃഷ്ടികൾ എൻ്റെ റിസ്ഖ് ഭക്ഷിക്കുന്നു, ഞാൻ കൊടുക്കുന്ന ഭക്ഷണം അവർ ഭക്ഷിക്കുന്നു, എൻ്റെ സംവിധാനങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. എന്നാലോ യഷ്കുറൂന ഗൈരി, ഞാനല്ലാത്തവർക്കെല്ലാം അവർ നന്ദി ചെയ്യുകയും ചെയ്യുന്നു. എൻ്റെ സംവിധാനത്തിൽ എൻ്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു, എന്നാൽ എനിക്കല്ല അവർ യഥാർത്ഥത്തിൽ നന്ദി ചെയ്യുന്നത്, മറ്റുള്ളവർക്കൊക്കെ അവർ നന്ദി ചെയ്യുന്നുണ്ട്, എന്നോട് അവർ നന്ദികേടാണ് കാണിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജിന്റെ രാവിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ പരാതിയാണ്. ബഹുമാനികളെ, നമുക്ക് കിട്ടുന്നതായ നിഅമത്തുകൾ, ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെതാണ് എന്ന് തിരിച്ചറിയുകയും ഒരു ഹംദ് പറയാനും നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ നന്ദിയുള്ള അടിമകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.